ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ അതിപ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ദേശീയ പതാക വളരെ പ്രൗഢമായിട്ട് ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ കാറ്റിൽ പറക്കുന്നത് കണ്ട് വലിയൊരു പതാകയായിരുന്നു കേട്ടോ. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നി. പക്ഷേ വീഡിയോ എടുത്ത് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കാറ്റൊക്കെ മാറിയപ്പോൾ പതാക വീണ്ടും ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന പോലെയായി. എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നോക്ക്, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. എന്തൊരു ക്ലീനായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ ഉദ്യോഗസ്ഥരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ. നമുക്കൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പൊതുമുതൽ നോട്ട് ഓൺലി റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും അവിടെ ചെല്ലുന്ന പീപ്പിൾസിൻ്റെ കയ്യിലിരിക്കും അത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് എത്രത്തോളം വൃത്തിയിൽ കൊണ്ടുപോകണോ എന്നുള്ളത്. ഇവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുന്നതിലൂടെ മാത്രമേ ഓരോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓരോ സർവീസും നല്ല ക്ലീൻ ആൻഡ് കം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മളുടെയും പങ്കാളിത്തം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കര കം ആൻഡ് ക്വയറ്റിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, സ്റ്റെപ്പ് കയറി പോകുമായിരുന്നു ഞാൻ എല്ലാ സമയത്തും ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിനകത്ത് കാല് വയ്ക്കും, ബാക്കിലോട്ട് എടുക്കും, കാല് വയ്ക്കും, ബാക്കിലോട്ട് എടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 3-4 തവണയായിട്ട് നിസാമിൻ്റെ കൂടെ നാട്ടിലോട്ട് പോയപ്പം അതിൽ കയറി അങ്ങനെ പരിചയമായി. മഹദി സാറും അവിടെ ഭയങ്കര കളിയാണ്. കാരണം റെയിൽവേ സ്റ്റേഷൻ പൊതുവെ കം ആൻഡ് ക്വയറ്റിലായതുകൊണ്ട് അവർക്ക് ഓടാനും ചാടാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അവിടെ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പതാക, ഇന്ത്യൻ ദേശീയ പതാകയിലോട്ടാണ് ഇപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അതുവരെ അതിങ്ങനെ കാറ്റത്തിൽ ഇങ്ങനെ നല്ലോണം പറന്നിങ്ങനെ നിൽക്കുമായിരുന്നു, നല്ല കാറ്റായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു മോഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാനത് എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ക്യാമറ അങ്ങോട്ടായപ്പോഴേക്ക് എന്തായി, കാറ്റൊക്കെ അവസാനിച്ചു. എങ്കിൽ പോലും പക്ഷേ ആമേ ഇന്ത്യൻ എന്നുള്ള ഇതിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി ആ പതാക ഇങ്ങനെ പറന്ന് നിന്നപ്പോൾ കേട്ടോ. വളരെ സൈലൻ്റായിട്ടാണ്. ഇപ്പോൾ സമയം 2 മണിയോടൊക്കെ അടുത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്നാലും എത്ര കം ആൻഡ് ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആൻഡ് നീറ്റ്ലിയാണ് റെയിൽവേ സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഓരോ പൗരൻ്റെയും നിറസാന്നിധ്യവും മനസ്സറിഞ്ഞ സാന്നിധ്യവും നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ സർവീസിനുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നിയമപാലകർക്കും സാധിക്കും എന്നുള്ളൊരു തെളിവാണിത്. ഇവിടെ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നില്ല എന്നല്ല, ചില സമയത്ത് ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും എത്ര നീറ്റായിട്ടാണ് ഇവർ ഈ ഒരു ട്രാക്കും റെയിൽവേ സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഒന്ന് ലൈക്ക് ചെയ്യും.